നമുക്ക് ഈ ലെക്ചറിൽ ടപ്പിൾ എന്താണെന്ന് കാണാം. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റൊക്കെ പോലെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ടപ്പിളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ടി എന്ന് പറഞ്ഞാൽ ടപ്പിളിന്റെ പേര് ഈക്വൽ ടു പാരന്തസിസ്, ഓപ്പണിംഗ് പാരന്തസിസ്, എലമെന്റ്സ്. ഇവിടെ എലമെന്റ്സ് എല്ലാം കോമ കൊണ്ട് സെപ്പറേറ്റഡ് ആണ്. 1, 2, 3 ക്ലോസിംഗ് പാരന്തസിസ്. ഇതാണ് ഒരു ടപ്പിളിന്റെ സിൻടാക്സ്. പ്രിന്റ് ടി, നമുക്ക് ആ ടപ്പിൾ പ്രിന്റ് ആയിട്ട് കിട്ടി. പ്രിന്റ് ടൈപ്പ് ഓഫ് ടി, ക്ലാസ് ടപ്പിൾ. ടിയുടെ ടൈപ്പ് ടപ്പിൾ ആണെന്ന് മനസ്സിലായി. ടി ഈക്വൽ ടു 1, 2, 3 ബ്രാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ടപ്പിൾസിനെ ഡിഫൈൻ ചെയ്യാം. പ്രിന്റ് ടൈപ്പ് ഓഫ് ടി, അതും ടപ്പിൾ എന്നാണ് നമുക്ക് ഔട്ട്പുട്ടിൽ തന്നത്. പ്രിന്റ് ടി 1, 2, 3 ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ്. ഇവിടെ നമ്മൾ പാരാന്തസിസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇവിടെ പ്രിന്റ് ചെയ്തപ്പോൾ പാരാന്തസിസ് വന്നു. ഇത് ഇന്റേണലി ടപ്പിൾ ആണെന്ന് പൈത്തൺ സ്വയം മനസ്സിലാക്കും. AB ഈക്വൽ ടു 1, 2. ഒരു ടപ്പിളിന്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ അൺപാക്ക് ചെയ്തെടുക്കാം. ഇതൊരു 1, 2 എന്ന് പറഞ്ഞൊരു ടപ്പിൾ ആണ്. അന്നേരം ഈ 1ന്റെ വാല്യൂ എയിലോട്ട് ചെല്ലും, ബിയുടെ വാല്യൂ 2 ആവും. പ്രിന്റ് 1, എയുടെ വാല്യൂ 1 ആയി, ബിയുടെ വാല്യൂ 2 ആയി. എം ഡി ആയിട്ട് ഒരു ടപ്പിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്, പ്രിന്റ് എ. അങ്ങനെ നമുക്കൊരു എം ഡി ടപ്പിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റി. നമുക്കൊരു സിംഗിൾ എലമെന്റ് ഉള്ള ഒരു ടപ്പിൾ ഡിഫൈൻ ചെയ്യണം. എ ഈക്വൽ ടു പാരാന്തസിസിന്റെ ഉള്ളിൽ ഹലോ എന്ന് എഴുതി, എന്നിട്ട് ടൈപ്പ് ഓഫ് എ പ്രിന്റ് ചെയ്ത്. പക്ഷെ നമുക്കിവിടെ സ്ട്രിങ് ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു സിംഗിൾ എലമെന്റ് ഉള്ള ഒരു ടപ്പിള്. ഇവിടെ എ ഈക്വൽ ടു ഹലോ എന്ന് നിങ്ങൾ കൊടുത്തുള്ളത് കൊണ്ട് അതിന്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് വന്നു. ഇവിടെ എ ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ട് അതിന്റെ ടൈപ്പ് ഇന്റീജർ ആയിട്ട് വന്നു. നമുക്ക് ഒരു സിംഗിൾ എലമെന്റ് ഉള്ള ടപ്പിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു കോമ നിങ്ങൾ വെറുതെ കൊടുക്കണം, എന്നാലേ അത് ടപ്പിൾ ആയിട്ട് പൈത്തൺ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. കമ്മിങ് ടു ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ടപ്പിൾ. എ ഈക്വൽ ടു 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു ടപ്പിൾ ഉണ്ട്. എലിയൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ ടപ്പിളിന്റെ ലെങ്ത് നമുക്ക് കിട്ടും. 4 എലമെന്റ്സ് ഉള്ള ടപ്പിളാണ്, അതുകൊണ്ട് 4ന് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. എ ഓഫ് 0 ഈക്വൽ ടു 4. നമ്മൾ 0th ഇൻഡെക്സിലുള്ള എലമെന്റിനെ 4 ആക്കാൻ നോക്കുക. ടൈപ്പ് എറർ, ടപ്പിൾ ഒബ്ജക്ട് ഡസന്റ് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. ടപ്പിളിന്റെ ഒരു എലമെന്റ് ഇങ്ങനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ലിസ്റ്റിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ. ഇതാണ് ടപ്പിളും ലിസ്റ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ലിസ്റ്റിലെ എലമെന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ടപ്പിളിന്റെ എലമെന്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എ ഇൻറ്റു 3, ഇവിടെയുള്ള ടപ്പിൾ നെയിം ഇൻറ്റു 3, 1, 2, 3, 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഈ 1, 2, 3, 4 വീണ്ടും 2 തവണ കൂടി റിപ്പീറ്റ് അടിക്കും. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. എ പ്ലസ് എ, ഇത് വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കും. 1, 2, 3, 4, 1, 2, 3, 4. അങ്ങനെ നമുക്ക് ഇത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. സ്ലൈസിങ് ഓപ്പറേഷൻസ് എല്ലാം ലിസ്റ്റിലെ പോലെ തന്നെയാണ് ടപ്പിളിലും. എ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് സെക്കൻഡ് ഇൻഡെക്സ് വരെയുള്ള എലമെന്റ്സ് എന്ന് വെച്ചാൽ 2, 3. എ -1 നമുക്ക് ലിസ്റ്റിൽ ആക്സസ് ചെയ്യുന്ന പോലെ നെഗറ്റീവ് ഇൻഡെക്സ് ഉപയോഗിച്ച് നമുക്ക് ടപ്പിളിലെ എലമെന്റ്സ് ആക്സസ് ചെയ്യാം. എ -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് കിട്ടി 4. എ : -1 ആ ടപ്പിള് റിവേഴ്സ് ചെയ്ത് തരും. 4, 3, 2, 1. ഇന്നെന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു എലമെന്റ് ടപ്പിളിൽ ഉണ്ടോ എന്ന് നോക്കാം. 1 എന്ന് പറഞ്ഞ എലമെന്റ് ടപ്പിളിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ട്. 1 ഇൻ എ എന്ന് പറഞ്ഞാൽ 1 ഉണ്ടോ ഈ ടപ്പിളിൽ നിന്ന് നോക്കും. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ഈ ടപ്പിളിൽ 1 ഉണ്ടോ എന്ന് നോക്കും. അന്നേരം 1 ഉണ്ട്, അതുകൊണ്ട് ട്രൂ കിട്ടി. 0 നോട്ട് ഇൻ എ, ഒരു എലമെന്റ് ടപ്പിളിൽ ഇല്ലേല് ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് തരും. മിൻ ഓഫ് എ, ഇതിലെ മിനിമം നമ്പർ ഏതാണോ അത് റിട്ടേൺ ചെയ്ത് തരും മിൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ. മാക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ. ഒരു ലിസ്റ്റിനെ എങ്ങനെ ടപ്പിൾ ആക്കാമെന്ന് നോക്കാം. ടപ്പിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിലോട്ട് ലിസ്റ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ടപ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണാം, ഡെഫ് എഫ് എ ബി സ്റ്റാർ ആർക്ക് പ്രിന്റ് എ
പ്രിന്റ് ബി, പ്രിന്റ് ആർ. ഇവിടെ ചെയ്യുന്നത് 3 ഇൻപുട്ട് എടുക്കുകയാണ്, എ, ബി, പിന്നെ ആർഗ്. എന്നിട്ട് ഇതെല്ലാം പ്രിന്റ് ചെയ്യാണ്. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ കോൾ ചെയ്യുന്നത് f12345 നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 എലമെന്റിന്റെ വാല്യൂസ് ഈ എയ്ക്കും ബിക്കും കിട്ടും. എയുടെ വാല്യൂ 1 ആവും, ബിയുടെ വാല്യൂ 2 ആവും. റിമൈനിങ് 3, 4, 5, 6 എല്ലാം ടപ്പിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ ടപ്പിൾ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ വരിക. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ പ്രസ് ചെയ്യാൻ മറന്നു പോയതാ. F12345 നമ്മൾ കൊടുത്ത് F12345 കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? എയിലോട്ട് 1 കയറി, ബിയിലോട്ട് 2 കയറി, 3, 4, 5, 6 ആർഗ് എന്ന് പറഞ്ഞ ആ വേരിയബിളിൽ കയറി. അതൊരു ടപ്പിൾ ആയിട്ടാണ് ഈ വേരിയബിളിൽ കയറിയത്. പ്രിന്റ് ചെയ്തപ്പം A1 എന്ന് പ്രിന്റ് ചെയ്തു, B2 എന്ന് പ്രിന്റ് ചെയ്തു, 3, 4, 5, 6 ഒരു ടപ്പിൾ എന്ന് ഡിസ്പ്ലേയിൽ തന്നു. def AB return A, B S equal to f of 3, 4. ഇവിടെ എന്താ സംഭവിക്കുക? എഫ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ വിളിക്കുന്നു. എയുടെ വാല്യൂ 3 ആവുന്നു, ബിയുടെ വാല്യൂ 4 ആവുന്നു. എന്നിട്ട് എയും ബിയും റിട്ടേൺ ചെയ്ത് തരുന്നു, 3ഉം 4ഉം റിട്ടേൺ ചെയ്ത് തരുന്നു. അത് എസ്സിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് എസ് പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എസ് ഒരു ടപ്പിൾ ആയിരിക്കും തരിക. എസ്സിൽ നമുക്ക് ഒരു ടപ്പിൾ 3, 4 കിട്ടി. താങ്ക് യു ഗൈസ്.